എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ഗൾഫ് സർവീസുകൾ വെട്ടിക്കുറയ്ക്കും. ഒക്ടോബർ അവസാന വാരത്തോടെ തുടങ്ങുന്ന ശൈത്യകാല ഷെഡ്യൂളിലാണ് മാറ്റങ്ങൾ വരിക. മലബാർ മേഖലയിലെ പ്രവാസികളെയാണ് എയർ ഇന്ത്യയുടെ തീരുമാനം പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത്. റിപ്പോർട്ടിലേക്ക്. എയർ ഇന്ത്യ ചില ഗൾഫ് സർവീസുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ്, ചിലത് വെട്ടിക്കുറയ്ക്കുകയുമാണ്. കണ്ണൂർ, കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള കുവൈറ്റ് സർവീസ് പൂർണ്ണമായും അവസാനിപ്പിക്കും. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളിൽ നിന്നായി 75ഓളം സർവീസുകളാണ് എയർ ഇന്ത്യ അവസാനിപ്പിക്കുന്നത്. കോഴിക്കോട് നിന്ന് കുവൈറ്റിലേക്കുള്ള സർവീസുകൾ നിർത്തലാക്കുന്നതിന് പുറമെ കണ്ണൂരിൽ നിന്ന് ബഹ്റൈൻ, ദമാം, ജിദ്ദ, കുവൈറ്റ് സർവീസുകളും നിർത്തലാക്കാനാണ് തീരുമാനം. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് സലാലയിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്കും അബുദാബിയിലേക്കും എയർ ഇന്ത്യ സർവീസ് നടത്തില്ല. കോഴിക്കോട് നിന്ന് ദമാമിലേക്കുണ്ടായിരുന്ന 7 സർവീസുകൾ 3ആയി ചുരുക്കും. കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്കുള്ള 10 സർവീസുകൾ 7 ആകും. തിരുവനന്തപുരത്ത് നിന്ന് ഷാർജയിലേക്കുള്ള സർവീസ് 5ആയി കുറയും. പ്രവാസികളെ അടക്കം ബാധിക്കുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് MK രാഘവൻ MP വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവിനോട് ആവശ്യപ്പെട്ടു. ഇവിടുത്തെ മലയാളി പ്രവാസികൾ എന്ന് പറയുന്നത് കമ്പനിയുടെ നട്ടലായിരുന്നവരെ അവഗണിച്ചുകൊണ്ടും അവരെ വിസ്മരിച്ചുകൊണ്ടുമാണ് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇത്തരം നടപടികളിലേക്ക് പോകുന്നത്. കേവലം ചില സർവീസുകൾ പിൻവലിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് സംസ്ഥാനത്തെയും ഇവിടുത്തെ യാത്രക്കാരെയും ഇവിടുത്തെ പ്രവാസികളെയും അവഗണിക്കുന്ന, അവരോട് രണ്ടാം നിര പൗരന്മാരായി കാണുന്ന സമീപനത്തെയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ തുറന്നു തീർക്കേണ്ടത്. ഒക്ടോബർ അവസാന വാരം തുടങ്ങുന്ന ശൈത്യകാല ഷെഡ്യൂളിലാണ് മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരിക. ജയ്പൂർ, ലക്നൗ, മംഗളൂരു തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്ക് സർവീസുകൾ മാറ്റി സ്ഥാപിക്കുമെന്നും സൂചനയുണ്ട്. വാണിജ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് സർവീസുകൾ കുറയ്ക്കുന്നതെന്ന് പ്രാഥമികമായി പറയുന്നുണ്ടെങ്കിലും വ്യക്തമായ കാരണം കമ്പനി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ചില പുതിയ കമ്പനികൾ കരിപ്പൂരിലേക്ക് എത്തുമെന്നും അനൌദ്യോഗിക വിവരങ്ങളുണ്ട്. കരിപ്പൂരിൽ നിന്ന് മാത്രം 25 സർവീസുകളാണ് നിർത്തലാക്കുന്നത്. എയർ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ലാഭം വന്നിരുന്നത് മലബാർ മേഖലയിൽ നിന്നാണ്. എന്നിട്ടും എന്തുകൊണ്ട് സർവീസുകൾ അവസാനിപ്പിക്കുന്നു എന്നതാണ് ഉയർത്തുന്ന സംശയം. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഈ മലബാർ മേഖലയിലോട് കാണുന്ന ഒരു നീതി നിഷേധം തന്നെയാണെന്ന് പറയാം. കാരണം അവിടെ നിന്നും പോകുന്ന, കോഴിക്കോട് നിന്നും കുവൈറ്റിലേക്ക് അടക്കം പോകുന്ന സർവീസുകൾ, കണ്ണൂരിൽ നിന്ന് പോകുന്ന സർവീസുകൾ, ഇതൊക്കെ നിർത്തലാക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ വിമാന കമ്പനികളെ സംബന്ധിച്ചോളം, പ്രവാസികളെ സംബന്ധിച്ചോളം വലിയ നിരക്ക് വർധനയുണ്ടാകും. അവർക്ക് മറ്റ് വഴികൾ തേടേണ്ടി വരും. ഇപ്പോൾ കൊള്ള ലാഭത്തിന് അങ്ങനെ ആ രീതിയിലേക്കൊക്കെ അവർക്ക് കയ്യിൽ നിന്ന് പണം നഷ്ടം, പിന്നീട് പലപ്പോഴും വരാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പോകാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ മറ്റ് മാർഗങ്ങളൊക്കെ തന്നെ തേടേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്താണ്, എവിടേക്കാണ് പ്രശ്നം പറയുന്നത്? ഈ വിഷയങ്ങളൊക്കെ തന്നെ ജനപ്രതിനിധികൾ നേരത്തെ തന്നെ ഉയർത്തിക്കാട്ടിയതാണ്. എന്തെങ്കിലും ഒരു അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ ഇംതിയാസ്? പ്രജീഷ്, തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ എയർ ഇന്ത്യ വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നത് മലബാറിലെ പ്രവാസികളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നും കരിപ്പൂരിൽ നിന്നുമൊക്കെയുള്ള കുവൈത്ത് സർവീസ് പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കുന്നതോടുകൂടി പിന്നീട് കണക്ഷൻ ഫ്ലൈറ്റുകളൊക്കെ തേടി വിദേശത്തേക്ക് എത്തേണ്ട ഒരു സാഹചര്യം, കുവൈത്തിലേക്കൊക്കെ എത്തേണ്ട സാഹചര്യം പ്രവാസികൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിൽ സൂചിപ്പിച്ച ഈ ലക്നൗ, മംഗളൂരു, ജയ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എയർ ഇന്ത്യ കൂടുതൽ സർവീസുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനം വരുന്നുണ്ട് എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഈ മേഖലകളിലൊക്കെ, ഈ ജയ്പൂർ, ലക്നൗ തുടങ്ങിയ മേഖലകളിലൊക്കെ കുറെ കാലമായിട്ട് അവിടെയും സർവീസ് എയർ ഇന്ത്യ ആരംഭിക്കണം, സർവീസുകൾ കൂട്ടണമെന്ന ആവശ്യമൊക്കെ നേരത്തെ ഉയർന്നിരുന്നു. പക്ഷെ അങ്ങനെ അവിടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കരിപ്പൂരിലെയും കണ്ണൂരിലെയും കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും സർവീസുകൾ എന്തിനാണ് വെട്ടിക്കുറക്കുന്നതെന്ന ചോദ്യത്തിനാണ് നമുക്ക് വ്യക്തമായൊരു മറുപടി എയർ ഇന്ത്യയിൽ നിന്ന് ലഭിക്കാത്തത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷത്തിൽ ഹജ്ജ് സർവീസ് അടക്കം കരിപ്പൂരിൽ നടത്തിയത് എയർ ഇന്ത്യയാണ്. ആ രീതി അതും വലിയ തുക, നമ്മൾ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധം വലിയ തുകയ്ക്കാണ് ആ സർവീസൊക്കെ, ഹജ്ജ് സർവീസൊക്കെ എയർ ഇന്ത്യ നടത്തിയിട്ടുള്ളത്. ആ രീതിയിലൊക്കെ മലബാർ മേഖലയിൽ നിന്ന് നല്ല രീതിയിലുള്ള ലാഭം എയർ ഇന്ത്യക്ക് നമ്മൾ ഈ ആപത്ഘട്ടങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ സഹകരിക്കുകയും നല്ല സർവീസുകളോടൊക്കെ സഹകരിച്ച നമ്മോടാണ്, മലബാറിലെ പ്രവാസി സുഹൃത്തുക്കളോടാണ്, കുടുംബങ്ങളോടാണ് ഈ ചതി, ഒരു കൊടിയ വഞ്ചന എന്ന് പറയേണ്ടി വരും. ഇംതിയാസ്,
തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ. ഈ എയർ ഇന്ത്യ വിമാനത്തിനെതിരെ നിരവധി പ്രശ്നങ്ങൾ പലതവണ അതിന്റെ സർവീസുമായി ബന്ധപ്പെട്ടത് അതിലുള്ള സൗകര്യമില്ലായ്മയെ കുറിച്ചൊക്കെ പലതവണ പരാതികൾ പല ഘട്ടത്തിൽ ഉയർന്നിരുന്നു. അങ്ങനെയൊക്കെ പരാതികൾ ഉയരുമ്പോൾ പോലും എയർ ഇന്ത്യയോട് പൂർണ്ണമായിട്ടും നമ്മുടെയൊക്കെ പ്രവാസികൾ, നമ്മുടെയൊക്കെ മലബാറിലെ ആളുകൾ പൂർണ്ണമായും സഹകരിക്കുന്ന സമീപനമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹജ്ജിനൊക്കെ വേണ്ടിയിട്ട് എയർ ഇന്ത്യ തയ്യാറെടുത്ത് വരുമ്പോൾ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്തിട്ടുള്ളത് എല്ലാ കാലത്തും എയർ ഇന്ത്യയാണ്. അതിലൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഈ വിമാന ദുരന്തമൊക്കെ ഉണ്ടായതിനു ശേഷവും ഈ കരിപ്പൂരിൽ സർവീസ് നടത്തുമ്പോൾ എയർ ഇന്ത്യയെ തന്നെ കൂടുതൽ ആളുകൾ മലബാറിൽ നിന്ന്, കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിയാദിൽ, സൗദിയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ നമുക്ക് മലബാറിൽ നിന്ന് ഉള്ളത് എന്ന് നിസ്സംശയം പറയാം. ക്ഷണിക്കേണ്ട ഒരു വിഷയമാണ്. അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഇത് ഉൾപ്പെടുകയും വരികയും അടിയന്തരമായിട്ട് തന്നെ ഒരു ഇടപെടലും അനിവാര്യമായ ഒരു വിഷയം തന്നെയാണിത്. അവിടുത്തെ പ്രവാസി സുഹൃത്തുക്കളെ സംബന്ധിച്ചോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഇത് മാറുമ്പോൾ പ്രതികരണങ്ങൾ നമ്മൾ തേടുകയാണ്. അവാം സുറൂർ കരിപ്പൂർ വിമാനത്താവള ഉപദേശ സമിതി അംഗവും പി സുധീഷ് ജനറൽ മാനേജറാണ്. ദേര ട്രാവൽസ് ദുബായ് നിന്നും അദ്ദേഹം തത്സമയം ചേരും. ശ്രീ അവാം സുറൂർ, പ്രശ്നങ്ങൾ കേട്ടുവല്ലോ, ഞങ്ങളുടെ പ്രതിനിധി ഇംതിയാസ് പറഞ്ഞതുപോലെയും ഒക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടിയന്തരമായ ഒരു ഇടപെടൽ വേണം. കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആപത്ഘട്ടങ്ങളിൽ ആവലാതികളും പരാധീനതകളും ഒക്കെ നിലനിൽക്കെ പോലും അതൊരു പരാതി പോലും പറയാതെ അതിനോടൊപ്പം സഹകരിക്കുകയൊക്കെ ചെയ്ത നമ്മോടാണ് ഈ ഒരു ആപത്ഘട്ടത്തിൽ കൊണ്ടുവന്ന വഞ്ചന കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ നമ്മളിതിനെ പ്രതിഷേധിക്കേണ്ടി വരും? അവാം സുറൂർ. തീർച്ചയായും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനികളെ സംബന്ധിച്ച് കേരളം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രെഡ് ആൻഡ് ബട്ടറായി നിന്നിരുന്നൊരു റീജിയനാണ്. കേരളത്തിൽ നിന്ന് 2005 ആരംഭിച്ച വിമാന കമ്പനിയാണ്. അതായത് കേരളത്തിലെ 3 വിമാനത്താവളങ്ങളിൽ നിന്ന് ഒരുമിച്ച് ടേക്ക് ഓഫ് ചെയ്തുകൊണ്ട് ഇനോഗ്രേഷൻ നടന്ന വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 20 വർഷം കൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വലിയൊരു ബ്രാൻഡായി മാറിയതും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർലൈൻ കമ്പനികളെല്ലാം ഭീമമായ നഷ്ടം അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ പോലും രാജ്യത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ഏക വിമാന കമ്പനിയായി നിന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്. അതിൻ്റെ നെറ്റ്വർക്ക് ഓപ്പറേഷൻ സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കേരളത്തിലെ 4 വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് GCC രാജ്യങ്ങളിലേക്കും തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് സിംഗപ്പൂരിലേക്കും ഓപ്പറേറ്റ് ചെയ്തിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് നേരത്തെ ടാറ്റ ഏറ്റെടുക്കുന്നതിന് മുന്നേ 26 വിമാനങ്ങൾ ഉണ്ടായിരുന്ന കമ്പനിയാണ്. ആ സന്ദർഭത്തിലാണ് 4000 കോടിയിലധികം ലാഭം ഉണ്ടാക്കിയത്. അതിൻ്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത് 80% ഓപ്പറേഷൻ നടന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ പ്രവാസികളുടെ സംഭാവനയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് 116 വിമാനങ്ങളുള്ള വലിയൊരു കമ്പനിയായി വളർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന് കേരളത്തെ അവഗണിച്ചുകൊണ്ട് ഇവിടുന്ന് 75 സർവീസുകളാണ് ഒരൊറ്റ ആഴ്ചയിൽ വെട്ടിച്ചുരുക്കുന്നത്. അതായത് ഈ പ്രതിസന്ധിയെ 2 തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാണണം. ഈ വരാനിരിക്കുന്ന വെൻഡർ ഷെഡ്യൂളിലെ ഫ്ലൈറ്റ് സർവീസുകൾ ഇല്ലാതാകുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തോട് കാണിക്കുന്ന സമീപനവും രണ്ടായി തന്നെ നമ്മൾ കണക്കാക്കിയിട്ട് മുന്നോട്ട് പോകണം. ഈ 75 സർവീസുകൾ ഒരാഴ്ചയിൽ വെട്ടിച്ചുരുക്കുന്നത് വഴി 300 സർവീസാണ് ഒരു മാസം കേരളത്തിൽ നിന്ന് ഇല്ലാതാവുന്നത്. ഇതുവഴി ചുരുങ്ങിയത് ഒരു ശരാശരി 56,250 സീറ്റുകളാണ് നഷ്ടപ്പെടുന്നത്. 56,250 സീറ്റ് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ പ്രവാസികളായ ആളുകൾ ഇത് വഴി അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് സീറ്റ് ലഭ്യതക്കുറവ് വരികയും ഇത് മറ്റ് എയർലൈനുകൾക്ക് കൂടി ടിക്കറ്റ് ഫെയർ കുത്തനെ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമായിട്ടാണ് ഇത് വരുന്നത്. രണ്ടാമത് ഇതിൽ നമ്മൾ കാണേണ്ടത് കേരളത്തോട് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും കാണിക്കുന്ന സമീപനമാണ്. അതായത് ടാറ്റ ഏറ്റെടുത്ത ശേഷം ഇതാദ്യമായല്ല, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ടാറ്റ ഏറ്റെടുത്ത ശേഷം എയർ ഇന്ത്യ കേരളത്തോട് കാണിക്കുന്ന ഈ രീതിയിലുള്ള സമീപനം ഇത് 2ാമത്തെ തവണയാണ്. ഇന്ത്യയിൽ 2014-15 കാലഘട്ടത്തിൽ ഏറ്റവും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരുന്ന ഇൻ്റർനാഷണൽ റൂട്ടുകളെക്കുറിച്ച് പാർലമെൻറ്റിൽ വന്ന ഡിസ്കഷനിൽ എയർ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന 270-ലധികം സർവീസുകളിൽ കേവലം 3 ഇൻ്റർനാഷണൽ റൂട്ടുകൾ മാത്രമാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത്. അതിൽ 2 കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് നടത്തുന്നതാണ്. കോഴിക്കോട് നിന്ന് ഷാർജയിലേക്കും കോഴിക്കോട് നിന്ന് ജിദ്ദയിലേക്കും നടത്തുന്ന സർവീസായിരുന്നു അതിൽ 2. മറ്റൊന്ന് കൊൽക്കത്തയിൽ നിന്ന് യങ്കൂണിലേക്ക് നടത്തുന്നതാണ്. ഇത്രയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഈ റൂട്ടിനെ എയർ ഇന്ത്യ ഏറ്റെടുത്ത ശേഷം കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള റിയാദിലേക്കും ജിദ്ദയിലേക്കും ദുബായിലേക്കും ഷാർജയിലേക്കും ഡൽഹിയിലേക്കും മുംബൈയിലേക്കുമുള്ള എല്ലാ സർവീസുകളും എയർ ഇന്ത്യ നിർത്തലാക്കി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കേരളം എന്ന് പറയുന്നത് 12 ലക്ഷത്തോളം അന്താരാഷ്ട്ര യാത്രക്കാർ ഒരു മാസം മാത്രം യാത്ര ചെയ്യുന്ന
സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അന്താരാഷ്ട്ര യാത്രക്കാർ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിലേക്ക് എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഏക ഫുൾ സർവീസ് കാരിയറാണ്. ഇന്ന് കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിൽ നിന്ന് ഒരൊറ്റ ഇന്റർനാഷണൽ സർവീസാണ് എയർ ഇന്ത്യ നടത്തുന്നത്. അതേ പാതയിൽ എയർ ഇന്ത്യ എക്സ്പ്രസും പോവുകയാണ്. സർവീസുകൾ കുത്തനെ വെട്ടിച്ചുരുക്കുകയാണ്. ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ഇമ്പാക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, പരിഹരിക്കപ്പെടുക തന്നെ വേണം. ശ്രീ ടി പി സുധീഷ്, നമ്മുടെ ഈ ഓരോ വർഷത്തെയും ശരാശരി കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് മലബാർ റീജിയൻ എത്രത്തോളം പ്രവാസികൾ ആ മേഖലയിൽ വിവിധ രാജ്യങ്ങളിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് സമയത്ത് വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉരുത്തിരിയപ്പെടും. പിന്നീട് മറ്റ് മാർഗങ്ങൾ നമ്മൾക്ക് തേടുമ്പോഴെന്താണ് അധികമായിട്ടുള്ള ചെലവ് കൂടി വരികയാണ്. ഇപ്പോൾ ഈ സമയത്ത് നമ്മോട് കാണിച്ചിരിക്കുന്ന ഈ കൊടിയൊരു വഞ്ചന, അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം പ്രവാസികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ശ്രീ സുധീഷ്? നമസ്കാരം. ഇതില് ഇപ്പൊ ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ എയർ ഇന്ത്യ നമ്മളൊരു ട്രാവൽ ഏജന്റ് എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും എയർലൈനുമായിട്ട് കൃത്യമായി എന്നും ബന്ധപ്പെട്ട് ഇത്തരം ആശങ്കകൾ ഉയർത്തുന്നതാണ്. അപ്പോൾ എയർലൈനിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന വെർഷൻ അല്ലെ അവരെന്താണ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത് ട്രാവൽ ഏജൻസിന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഈ ക്യാൻസലേഷൻ എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു ക്യാൻസലേഷൻ പ്രോസസ് അല്ല എന്നും സീസണാലിറ്റി പ്രകാരം, അതായത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള വിന്റർ ഷെഡ്യൂളിലേക്ക് ഒരു സെക്ടറിലേക്ക് അല്ലെങ്കിൽ UAE അല്ലെങ്കിൽ ഗൾഫിനും ഇന്ത്യക്കും ഇടയിലുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ടുള്ള ഒരു റീപൊസിഷനിങ്, ഈ നെറ്റ്വർക്കിൽ വരുന്ന ഒരു റീപൊസിഷനിങ് മാത്രം, അത് റവന്യൂ ഒപ്റ്റിമൈസേഷന്റെ ഭാഗമായിട്ട് ഒരു വിമാന കമ്പനി, കമേഴ്ഷ്യലി റൺ ചെയ്യുന്ന ഒരു വിമാന കമ്പനി മറ്റെല്ലാ വിമാന കമ്പനികളെയും പോലെ ചെയ്യുന്ന ഒരു എക്സസൈസ് മാത്രമാണ് ഇത് എന്നുള്ളതാണ് എയർലൈനിന്റെ ഭാഗത്തുനിന്ന് പറയുന്ന കാര്യം. ഒന്ന്. രണ്ടാമത്തത്, ഈ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമ്മർ ഷെഡ്യൂളിൽ ഈ വിമാനങ്ങളൊക്കെ വീണ്ടും തിരിച്ച് ഇതേ രൂപത്തിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തത്, നമ്മൾ ഈ വിമാന കമ്പനിയുടെ ഇത്തരം ഒഫീഷ്യലായിട്ടുള്ള പ്ലാനുകളും സ്ട്രാറ്റജികളും ചോദ്യം ചെയ്യപ്പെടുന്നതിന് നമുക്ക് അത്രത്തോളം അതിനുള്ള ഒരു അധിക അവകാശമുണ്ട് എന്നുള്ളതും കൂടി ചിന്താ വിഷയമാക്കേണ്ടതാണ്. കാരണം ഇതിപ്പോ എയർ ഇന്ത്യ അല്ലെ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു നാഷണൽ കാരിയർ അല്ല. 2022 മുതൽ അതൊരു പ്രൈവറ്റ് എൻറ്റിറ്റി എന്നുള്ള ടാറ്റ സൺസിന്റെ കീഴിൽ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതേപോലെ മറ്റേതെങ്കിലും വിമാന കമ്പനികൾ ഇത്തരം സ്ട്രാറ്റജി പോളിസി ഡിസിഷൻസ് മാറ്റുമ്പം അത് യാത്രക്കാരെ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ചോദ്യം ചെയ്യാന്നുള്ളത് ഒരു വസ്തുതയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം കാര്യങ്ങൾ യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ ഒരു സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ തലത്തിലും ഈ തയ്യാറായിരിക്കുന്ന, അല്ലെങ്കിൽ ഏതൊക്കെ വിമാന കമ്പനികളാണ് ഇത്തരം സെക്ടറുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്, അങ്ങനെ ഇഷ്ടം പോലെ പ്രത്യേകിച്ച് വിദേശ വിമാന കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരം വിമാന കമ്പനികൾക്ക് അനുമതി നൽകുകയും യാത്രാ സൗകര്യങ്ങൾ ആനുപാതികമായി, അതായത് വർദ്ധിച്ചു വന്ന യാത്രക്ക് ആനുപാതികമായിട്ട് സപ്ലൈ വർദ്ധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അത്തരം സംവിധാനങ്ങൾ ചെയ്യേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ, അത് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ സർക്കാർ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശക്തമായി കേന്ദ്രത്തിൽ ഉന്നയിച്ച് ഇത്തരം അവകാശങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ഒരു കാര്യം സൂചിപ്പിക്കാറില്ല. രണ്ടാമത്തേത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ UAE നിന്ന് ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ 300-ലേറെ ഓപ്പറേഷനുകളാണ് ഒരു വീക്കിലി ഉള്ളത്, എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും കൂടി. അപ്പൊ എയർലൈൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത്തരം ഫ്ലൈറ്റുകൾ അതേപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. ഇതിൽ വ്യത്യാസം എന്ന സൗത്തിലേക്ക് ഈ വിന്റർ ടൈമിൽ ഡിമാൻഡ് കുറവാണ്. ഉദാഹരണത്തിന് ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 200 രൂപക്കൊക്കെ നമ്മൾ കേരളത്തിലേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം ഇത് കമേഴ്ഷ്യലി വയബിൾ അല്ല എന്നും അതുകൊണ്ട് ഡിമാൻഡിന് ആനുപാതികമായിട്ട് അനുസരിച്ച് ഈ ഒരു റീപൊസിഷനിങ്ങും റെഗുലറൈസേഷൻ മാത്രമാണ് നെറ്റ്വർക്കിൽ നടത്തുന്നുള്ളതാണ് വിമാന കമ്പനികൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ ടേക്ക് ഓവർ കഴിഞ്ഞ് 2022 ടാറ്റ സൺസ് ഏറ്റെടുത്തതിന് ശേഷം പോസ്റ്റ് ടേക്ക് ഓവർ റിവാമ്പ് എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പ്ലാൻ ഓൾറെഡി അവർ പ്രഖ്യാപിച്ചതാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പ്രധാന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് മാത്രമാണ് ഇത് എന്നും കൂടിയാണ് എയർലൈന്റെ ഭാഗത്ത് നിന്ന് ട്രാവൽ ഏജൻസ് എന്നുള്ള നിലയിൽ നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ശ്രീ അവാം സുറൂർ, അവസാനമായി ഈ ജനപ്രതിനിധികളെ സംബന്ധിച്ചോളം അവർ ഈ വിഷയം അവിടെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ മന്ത്രിമാര്, പ്രവാസി സംഘടനകൾ, ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ, ഇവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ബദൽ മാർഗങ്ങളടക്കം തേടുന്ന രീതിയിലേക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്ത്, വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്ത്, DGCയുടെ ഭാഗത്തൊക്കെ തന്നെ ഉള്ള ശ്രമങ്ങൾ വേണം. അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടോ?
തീർച്ചയായും ഇത് ബഹുമാനായ സഹ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ എയർലൈൻ കമ്പനികളുടെ ജൂറിസ്ഡിക്ഷനിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് എങ്കിൽ പോലും നമ്മളിവിടെ വേറെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എയർലൈൻ കമ്പനികൾ ഓഫ് കോഴ്സ് അവരുടെ കൊമേഴ്ഷ്യൽ വയബിലിറ്റി ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തെ നമ്മൾ മറ്റൊരു തലത്തിൽ കൂടി, അതായത് ഇപ്പോൾ ഉള്ള വിൻ്റർ ഷെഡ്യൂളിലെ ഓപ്പറേഷൻ വിഡ്രോൺ ചെയ്യുന്നത് മാത്രമായി കൊണ്ട് കാണാതെ കേരളത്തോടുള്ള എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും സമീപനം കൂടി ഇതിൽ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം രാജ്യത്ത് ഇന്ന് ആകെ ഒരു ഫുൾ സർവീസ് കാരിയർ മാത്രമേ ഉള്ളൂ, അത് എയർ ഇന്ത്യയാണ്. ബാക്കിയെല്ലാം ലോ കോസ്റ്റ് കാരിയറാണ്. ഈ എയർ ഇന്ത്യ സംസ്ഥാനത്ത് ഇന്ന് ആകെ കണ്ടക്ട് ചെയ്യുന്നത് ഒരൊറ്റ ഇൻ്റർനാഷണൽ ഓപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ കാരണങ്ങളൊക്കെ പറഞ്ഞ് നേരത്തെ പിൻവലിച്ച ഒരു സർവീസ് പോലും പിന്നീട് തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം ഈ ഘട്ടത്തിൽ. ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ജനപ്രതിനിധികളുടെ ഇടപെടലുകൾ, അതുപോലെ തന്നെ കൂട്ടമായ ഇടപെടലുകൾ ഇതിൽ ആവശ്യമുണ്ട്. ബഹുമാനായ ശശി തരൂർ MP, അതുപോലെ തന്നെ കോഴിക്കോട് MP MK രാഘവൻ സാർ, അതുപോലെ ഷാഫി പറമ്പിൽ MP ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അനിവാര്യമായിരിക്കുന്ന ഇടപെടൽ എന്ന് പറയുന്നത് പഴയ കാലത്ത് ഇപ്പോൾ 2005 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ബൈലാറ്ററൽ അഗ്രിമെൻ്റ് ആണ് ഒട്ടുമിക്ക GCC രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ഇപ്പോൾ ഓപ്പറേഷൻ നടത്താനായിക്കൊണ്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം 20 വർഷങ്ങൾക്ക് ശേഷം വിമാനയാത്ര എന്ന് പറയുന്നത് സാർവത്രികമായി, വിദേശയാത്ര എന്ന് പറയുന്നത് ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സീറ്റുകൾ, ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബയലാറ്ററൽ അഗ്രിമെൻറ്റ് പുതുക്കുകയും സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഓപ്പൺ സ്കൈ പോളിസികൾ കൊണ്ടുവരികയൊക്കെ വേണം. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ വിമാനയാത്രാ പ്രതിസന്ധി ഓരോ സീസണിലും ഉണ്ടായി വരികയും ചർച്ചകൾ നടക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതിന് ജനപ്രതിനിധികൾ തീർച്ചയായും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങൾ നമ്മൾ നടക്കുക തന്നെ വേണം. വളരെയധികം നന്ദി അവാം സുറൂറൊപ്പം സുധീഷ് പ്രതികരിച്ചതിന്. ജനപ്രതിനിധികളുടെ ഒക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ മലബാറിലെ പ്രവാസി സുഹൃത്തുക്കളെ സംബന്ധിച്ചോളം വലിയൊരു തിരിച്ചടിയാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിനൊരു പരിഹാരം അടിയന്തരമായി ഉണ്ടാകേണ്ടത് തന്നെയാണ്.